ഇപ്പോൾ സമയം 9:45 രാവിലെ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല ആസ് യൂഷ്വൽ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അബഹയിലോട്ടൊക്കെയാണ് പോകുന്നത്. അബഹയിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം നോർമലി ഇവിടെ വെക്കേഷനൊക്കെ വരുമ്പം പെരുന്നാളായ എല്ലാവരും പെട്ടിങ്ങടൊക്കെ എടുത്ത് അബഹയിലോട്ടാണ് പോകുന്നത്. അതേപോലെ തന്നെയാണ്, ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഇൻഷാ അല്ലാ. എന്താ, ഇവിടുന്ന് ഞങ്ങൾ റിയാദിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു വിത്തിൻ 1000 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10-11 മണിക്കൂർ. പിന്നെ ഇടയ്ക്ക് നമ്മൾ നിർത്തുമല്ലോ പമ്പിലും സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒരു 12 മണിക്കൂർ കൂട്ടാം. എപ്പോഴും അതാണ് അവസ്ഥ. കറക്റ്റ് 12 മണിക്കൂർ ആകുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് അവിടെ എത്തൽ. അപ്പോൾ ഇൻഷാ അല്ലാ. പിന്നെ പെട്ടി പാക്ക് ചെയ്യുന്നത് ഇതാണ് പെട്ടീൻ്റെ അവസ്ഥ. ഇതെൻ്റെ പെട്ടി, അത് അദ്ദേഹത്തിൻ്റെ പെട്ടി. ആദ്യമേ ഒരു പെട്ടിയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചോട്ടോ, പക്ഷെ അറിയാലോ റൂം ഞാൻ കാണിക്കാത്ത റൂം മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. പിന്നെ അറിയാലോ ഫൈനലി ഇങ്ങനെ കൈ വരും. പിന്നെ അവരെ പോലെ അല്ലല്ലോ നമ്മൾ. നമുക്ക് ഷോൾ ഒരു കെട്ട്, ഇന്നവേഴ്സ് ഒരു കെട്ട്, പിന്നെ ടവലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ടോപ്പ്, പിന്നെ പാൻറ്, പിന്നെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ അബായ, ഇതൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊരു ലോഡ് വരും. പിന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് പിന്നെ ബാക്കി സാധനങ്ങൾ ഒരു ബാഗിലും കൂടെ ഉണ്ട് കേട്ടോ. മീൻസ് ഒരു ഹാൻഡ് ബാഗിലുണ്ട്. സോ യാ. പിന്നെ ഇത്രയൊക്കെ പാക്ക് ചെയ്തിട്ടും പാക്ക് ചെയ്യാത്തൊരു സാധനമുണ്ട്. ഇത് മാത്രം പാക്ക് ചെയ്തിട്ടില്ല. ഇതിന് ഞാൻ എവിടെ കൊണ്ടേ കയറ്റി വെക്കാനാ? സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. പിന്നെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ലെറ്റ്സ് സ്പ്രേ അടിക്കൽ. ഈ ഒരു ഹാൻഡ് ബാഗിലാണ് എൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ. നമ്മൾ ഒരുവിധം ബ്രഷ് ഇതിലോട്ട് കയറ്റി വെച്ചാലോ? അനുബന്ധമല്ലേ ബ്രഷിന്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി വെക്കാണ്ട്. എപ്പോഴും ഇത് ചോറ പിടിച്ച് പണിയാണത്. അല്ലേ വേണ്ട, ബ്രഷ് ഇടാനുള്ള സാധനം കിട്ടി. ബ്രഷ് നമുക്ക് ഇതിലോട്ടിടാം. പിന്നെ ഷാംപൂ, പിന്നെ പേസ്റ്റും മൗത്ത് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേസ്റ്റ് ഇല്ല, മൗത്ത് വാഷും. പിന്നെ എൻ്റെ ഒരു ഫേസ് ഇതേയും ക്ലെൻസിങ് ബാമും. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലിടാം. ബാക്കി നമുക്ക് ബാഗിലിടാം. പിന്നെ ഒരു സാധനം ഇങ്ങനത്തെ ഒരു ബോഡി ലോഷൻ ഇല്ലാണ്ട് ഞാൻ എവിടെയും പോകില്ല. കാര്യം എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഭയങ്കര ഡ്രൈ ആണ്. സോ ഭയങ്കര ഡ്രൈ ആണെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആണ്. സോ അതില്ലാണ്ട് ഞാൻ എവിടെയും പോകില്ല. പക്ഷെ ഫേസ് ഡ്രൈ അല്ല കേട്ടോ. എൻ്റെ ഫേസ് ഡ്രൈയേ അല്ല. മീൻസ് ഇവിടെ വന്നപ്പോൾ കുറച്ച് ഡ്രൈ ആവുമെന്നല്ലാണ്ട് നാട്ടിൽ വെച്ചൊക്കെ എൻ്റെ മുഖത്തുനിന്ന് ഇങ്ങനെ എണ്ണ പ്രൊഡക്ഷനാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ വന്നതിന് ശേഷം ക്ലൈമറ്റിൻ്റെ ഒരു ഡിഫറൻസ് വന്നത് കൊണ്ട് മുഖമൊക്കെ കത്തിയുണ്ടായി. ശരിക്കും കത്തിയെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, സയൻറ്റിഫിക്കലി നോട്ട് സയൻറ്റിഫിക്കലി കോസ്മെറ്റിക്കലി പറയുവാണെങ്കിൽ ഈ ബാരിയർ എന്തിനും
സ്കിൻ ബാരിയർ പോവാന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് മൊത്തം വന്നു ഇവിടെ വന്നപ്പോൾ. എന്താ അറിയില്ല, ഈ പാമ്പിൻ്റെ തൊലിയൊക്കെ പോകുന്ന പോലെ അങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് നാട്ടിലത്തെ ഒരു മഴയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പം, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ നാട്ടിൽ കുറച്ചിങ്ങനെ മഴ തുടങ്ങിയ ടൈമിലാണ്. അപ്പം അതൊന്ന് റെഡിയാക്കുമ്പോഴത്തേനുമാണ് നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പം നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ചൂടും. അപ്പം ഈ ചൂടിൽ എന്താ അറിയില്ല, പെട്ടെന്ന് സ്കിന്നിൽ പിടിച്ച് കാണത്തില്ല, അങ്ങനെ നല്ല ഡ്രൈ ആയി. അങ്ങനെ ഞാൻ തേക്കാത്ത മോയ്സ്ചറൈസർ ഇല്ല മുഖത്ത്, ബാക്കിയൊക്കെ നിർത്തി, മോയ്സ്ചറൈസർ ഓൺലി ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ആക്കി എടുത്തത്. പക്ഷേ ബോഡി അന്നും ഇന്നും എന്നും കുഞ്ഞിലെ മുതൽ ഞാൻ കാണിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ഇല്ല, സൗദിയിലും ഇല്ല നാട്ടിലും ഇല്ല. ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഉണ്ട്. എന്താ പറയുക, ഈ ഡ്രൈ ആകുമ്പം ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, കാലിലൊക്കെ അലർജീസൊക്കെ എനിക്ക് വേഗം വരും. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച എന്താ ഈ സാധനം, എൻ്റെ ഒന്ന് സൗണ്ട് കേൾക്കൂലേ, പ്രാവ്. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാല്ലാ ഒരു 12 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അബഹ എത്തുന്നതാണ്. ഇവിടുന്ന് 12 മണിക്കൂർ, 1000 കിലോമീറ്റേഴ്സ്, ലെസ് ദാൻ 1000 കിലോമീറ്റേഴ്സ് ആണ്. കറക്റ്റ് 1000 ഇല്ല, ബട്ട് എങ്ങനെയെങ്കിലൊക്കെ 1000 ആവും. അപ്പം ഇൻഷാല്ലാ നല്ലോണം കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തട്ടെ. ഞാൻ പിന്നെ വണ്ടിയൊക്കെ അറിയില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ രാവിലെ ആണെങ്കിൽ ഞാൻ വേഗം ഫ്ലാറ്റ് ആകും, രാത്രി ആണെങ്കിൽ ഞാൻ അങ്ങനെ ഉറങ്ങുന്നില്ല. പക്ഷേ രാവിലെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങുന്ന ഞാൻ ഉറക്കം റെഡി ആയാലും ഇല്ലെങ്കിലും ഞാൻ വേഗം ഫ്ലാറ്റ് ആകും. പാവ അത് ആശി ഇത്രയും ദൂരം അതിന് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടായി, എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ആസ് ഐ സെഡ് ഇതൊരു ഗെറ്റ് ടു നോ മീ വീഡിയോ ആണ്, ഗെറ്റ് ടു നോ ഫാത്തിഷ്ക് വീഡിയോ ആണ്. അപ്പം ഫാത്തിഷ്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ്. സോ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ എന്താക്കി, ഞങ്ങളുടെ മാട്രസ് സാധനങ്ങളൊക്കെ ഇത് നമുക്ക് ഇവിടെ വാഷ് ചെയ്യാൻ പറ്റില്ല, ലോണ്ടറി തന്നെ കൊടുക്കണം. സോ അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പെട്ടിക്ക് വെയിറ്റോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഗ്ലാസ്സില്ലാതെ പറ്റില്ല ഗൈസ്. ഇത് ഈ കവറും ഇതിൻ്റെ ഒപ്പം കൊടുക്കാനുള്ളതാണേ വാഷ് ചെയ്യാൻ. ഓ പറഞ്ഞു അല്ല, കുട്ടീനെ ഉറക്കാ ശബാൻത. നെയ് റോസ്റ്റ് 11 മണിയാ നിർത്തും. ബ്ലൂ ആണല്ലോ. എന്താണ് ചിരിക്കുന്നത്? المرة
ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ്. നമുക്കടെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. പാവങ്ങള് പെരുന്നാൾക്കുള്ള. ഹായ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഞങ്ങൾ വാദിദ ബാസറിലെത്തി. അഭയത്തിയിട്ടില്ല കേട്ടോ, വാദിദ ബാസറിലാണ് എത്തിയത്. ഇത് ഈ സ്ഥലം ഒരു 600 കിലോമീറ്റേഴ്സ് ആണ് റിയാദിൽ നിന്ന്. അപ്പം ഇവിടെ എത്തി. പിന്നെ ഞങ്ങളിപ്പോൾ കയറി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചല്ലേ. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ ലേസ് എന്താ കഴിച്ച്, പിന്നെ പൊറോട്ട അല്ലേ അറിഞ്ഞ് കഴിച്ചതാണ് ഞാൻ. എന്നിട്ട് ഇപ്പം വാദിദ ബാസറിലെത്തി, ഒന്ന് ഫ്രഷായി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പമ്പിലൊക്കെ കയറിട്ടോ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം ഇവിടെ എത്തി. പിന്നെ ഫുഡ് കഴിച്ചു. ഇപ്പം ഇവിടെ സമയം 7:20 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് 6 hours എടുത്തിട്ടാണ് ഇവിടെ നിന്ന് റിയാദിൽ നിന്ന് വാദിദ ബാസറിലെത്തിയത്. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ ഇവിടെ നിർത്തി. ഇനി ഒരു 5-6 മണിക്കൂർ ഇനിയും പോകാണ്ട്. 5-6 തോന്നുന്നു, 4-5 മണിക്കൂർ ഇനിയുണ്ട് അബഹയിലേക്ക് പോകാൻ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ എന്താ പറയുക, അവിടെ എത്തി. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കലുണ്ടാവില്ല. ഇപ്പം ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ആകുമ്പോഴത്തേനും കാണാം. ഓക്കെ, ഇതേപോലെ എത്ര നേരെ പൊരിച്ചിട്ടില്ലേ, പിന്നെ നേരെ സെറ്റാക്കി മസാലൊക്കെ തേച്ചു നല്ല മന്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പാത്രത്തിന്റെ മേലെ നീട്ടി വെക്കും. ഇതാണ് പെരുന്നാൾ. നോക്കി നോക്കാം. ഇതേപോലെ അതാ കരയുന്നു. കറിയൊന്നല്ല, അതിനറിയായിരിക്കും അല്ലേ മന്തിയാക്കാൻ പോകുന്നുള്ളത്. ആ ഡോറ് തുറന്നു കൊടുത്താലോ ഓടിപ്പോട്ടെ. ഞാൻ ഡോർ അടയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇത് പോയി ഡോർ ഒന്നു കൊടുക്കും. ഞാൻ ഈ വണ്ടിയുടെ ഡോർ അടയ്ക്കുകയും ചെയ്യും. നിങ്ങളെ പാടായി. ഓക്കെ, വലിയ ആടല്ലേ നാട്ടിൽ കിട്ടും ഇതേപോലത്തെ. ഇത് മറ്റേ അതാ കണ്ടിക്കാൻ പറ്റില്ല. പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് വളർത്തും. അതെന്താ ഡെസ്പെയർ ചെയ്തോ? ആടിനെ അറക്കാൻ കൊണ്ടുപോണ കണ്ടിട്ട് സങ്കടപ്പെട്ടിരിക്കുക. നമ്മള് അവയെ പോയിട്ട് എന്താ ഫസ്റ്റ് ജയിക്കാൻ പോണേ? അത് ഓൾറെഡി അറുത്ത് വെച്ചിരിക്കുന്ന ആടിനെയാണ് നമ്മൾ കൊണ്ട് ആ ആട് ദേവന്റെ ജീവനുള്ള ഒരു ആടാണ് അവിടേക്ക് പോയിട്ട് ബലിയാടാവുന്നത്. ഓക്കെ, മനസ്സിലാക്കണം. അത് കണ്ടിട്ട് മൂഡ് ഓഫ് ആയിരിക്കും. എന്നിട്ട് അബയെ പോയിട്ട് ഫസ്റ്റ് കഴിക്കാൻ പോണെന്താ തുപ്പയ്ക്കുന്നത്. തുപ്പ ഇത് തുർക്കിഷ് കോഫിയാ, അമ്മാര് ഡാർക്കാ. എന്തിനാ ഇങ്ങനത്തൊക്കെ വാങ്ങുന്നത്? ഡാർക്ക് എന്ന് പറഞ്ഞാല് വിത്തൗട്ട് ഷുഗർ കൂടി കേട്ടോ. അല്ലെങ്കിൽ വിത്തൗട്ട് ഷുഗറാ? ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് പാത്തു. അത് ഉൾക്കൊന്ന് പോയി പുറത്തേക്ക്. ആഷിയുടെ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ആഷിയുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ ഒരു നല്ല സൗദി ഉണ്ട്. അപ്പം എന്താ കോഫി ഉണ്ടാക്കിയിട്ട്, വൈഫും ഇല്ല, അപ്പോൾ കോഫി ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വെയിറ്റ് ചെയ്യണു. ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് കോഫി തന്നെ. ഇത് അവിടെ മറ്റേ പ്യുവറായിട്ടുള്ള തുർക്കിഷ് കോഫി ഉണ്ട്, അതാണ് ഈ സാധനം. അതായത് നല്ല ഡാർക്ക് കോഫി ആയിരിക്കും, അതും വിത്തൗട്ട്. ഓ, എനിക്ക് കുടിച്ചു നോക്കാല്ലേ. ഞാൻ അങ്ങനെ വിത്തൗട്ട് കോഫി കുടിക്കുന്ന ആളല്ല. ചായ വിത്തൗട്ട് ഞാൻ കുടിക്കും, പക്ഷെ കോഫി മണം തന്നെ. ഓ എന്റെ ശിവനെ,
മതി. 2 ഗ്ലാസ്സൊക്കെ തന്നിരിക്കുന്നവര്. കയ്പെന്ന് വെച്ചുണ്ടല്ലോ, മഴയല്ല, തെറ്റിദ്ധരിക്കണ്ട. നിറച്ച് പൊടിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനും പൊടികൾ. അങ്ങനെ ഇതാക്കി ഇവിടിപ്പോ എവിടെ എത്തിയേ? ഈ സൈഡോ? അത് കൊള്ളാലോ. നീ എത്ര കിലോമീറ്റർ പോണ്ടാവും? ഒരു 300 അല്ലെങ്കിൽ ഒരു 290 അത്രക്ക് ഉണ്ടാവും അല്ലേ? എന്റെ സൈഡില് മൊത്തം എന്റെ സൈഡില് ഗ്ലാസ്സില് ഫുള്ള് പ്രാണി. അല്ല, ആ പോലീസ് മാമൻ എന്നെ പിടിക്കും ഫോണും. ആശി 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 വലിയ കാര്യത്തിൽ ഗ്ലാസ് ഒക്കെ തുറന്നു നിൽക്കാൻ വേണ്ടിട്ട്. നിന്റെ തടിയിൽ ഞാനൊരു ഹിമാലയം പണിയും. ഇന്ന് ഷേപ്പ് ആക്കുകയാണെങ്കിൽ നാളെ അത് വളരും. നോക്കിക്കോ. ആഴ്ചയിൽ ഒരു 2-3 വട്ടം തടി ഷേപ്പ് ആക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹായ്.